നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ടെക് ടോക്ക് മലയാളത്തിലെ മറ്റൊരു പുതിയ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നോക്കിയ 2 ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ നോക്കിയ 2ന്റെ ബോക്സ്. ഇതിൽ ആമസോൺ 1500 രൂപയാണ് വില വരുന്നത്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ആൻഡ്രോയിഡ് 7.1 നൗഗറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നോക്കിയയുടെ ഒരു 2017 നവംബറിൽ ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോൺ ആണ്. നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ബോക്സിൽ നോക്കാം. ഇതിന് ഏറ്റവും വലിയ ഫീച്ചർ 4100 mAh ബാറ്ററിയാണ്. ടോപ്പ് റേറ്റഡ് ബാറ്ററിയാണ്. നമുക്ക് 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ അലൂമിനിയം മാറ്റ് ഫിനിഷ് ബോഡിയാണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 212 പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 4G LTE സപ്പോർട്ട് ചെയ്യും. 8MP റിയർ ക്യാമറ, 5MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ നോക്കി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എടുത്തുള്ളത് ബ്ലാക്ക് കളറാണ്. ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന കിട്ടുമ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ തന്നെയാണ് കിട്ടുന്നത്. സ്മാർട്ട് ഫോൺ സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ യൂസർ മാനുവൽ ആണ്. നോക്കിയൻ്റെ തന്നെ യൂസർ മാനുവൽ ആണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ചാർജറും ഒരു USB വഴി ഒരു ഇയർഫോണും ആണുള്ളത്. സാധാരണ ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ ഒന്നും അല്ല. സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് USB കേബിളാണ്. ടൈപ്പ് സി അല്ല, നോർമൽ microSD കേബിളാണ്. പിന്നെ നമുക്ക് പിന്നെ ഉള്ളത് ഇയർഫോൺ ആണ്. ഇത് ഏറ്റവും വലിയ പോരായ്മ വെച്ചത് ഇഞ്ചിയർ ഇയർഫോൺ അല്ല, നോർമൽ ഇയർഫോൺ ആണ്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ 1GB റാമും 8GB ഇന്റർണൽ സ്റ്റോറേജും ആണ് വരുന്നത്. പിന്നെ അതിൽ ക്വാഡ് കോർ ചിപ്സെറ്റ് ആണ് വരുന്നത്. ഇതാണ് ഇയർഫോൺ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇയർഫോൺ. ഇത് ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യും. രണ്ടും 4G സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഫോണിലേക്ക് തന്നെ വരാം. ഇത് നവംബർ 24, 2017 ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. കവറൊന്ന് പൊട്ടിച്ചു നോക്കും. ഇതാണ് നമ്മളെ ബാക്കിൽ നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. നോക്കിയുടെ സ്റ്റീലാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റീലാണ് നോക്കിയ എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മളെ ക്യാമറ. ഇതിൽ ഡ്യുവൽ ടോൺ ഫ്ലാഷ് വരാത്ത ഒരു പോരായ്മയായി തോന്നുന്നു. പക്ഷേ അത് പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് അതായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഫോണൊന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് ബൂട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ബാറ്ററി റിമൂവബിൾ അല്ല. ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡ് പവർഡ് ബൈ ആൻഡ്രോയിഡ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ അവൈലബിൾ അല്ല. ഇതില് 32 ബിറ്റ് ആണ് വരുന്നത്, 64 ബിറ്റ് അല്ല. ഫോൺ 32 ബിറ്റ് ആണ്. ഫോൺ ഒന്ന് ബൂട്ട് ആയിക്കോട്ടെ. ഇതില് കോപ്പർ ബ്ലാക്ക്, പീറ്റർ ബ്ലാക്ക്, പിന്നെ പീറ്റർ വൈറ്റ് കളറിലാണ്. 3 കളറിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യയില്. നമ്മള് ഫോൺ ഓൺ ആവും. ഇത് 720x1280 പിക്സൽസിലാണ് ഫോൺ വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ഇല്ല, HD ഡിസ്പ്ലേ ആണുള്ളത്. നമുക്ക് ഫോൺ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഫോൺ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ജസ്റ്റ് ഇപ്പൊ ഒന്ന് ടൈം ഒന്നും സെറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പോവാണ്. നമ്മളിപ്പോ ഫോണിന്റെ മെയിൻ ഇന്റർഫേസിലേക്ക് എത്തും. ഇതിൽ ആൻഡ്രോയിഡ് 7.1.1 ആണ് വർക്ക് ചെയ്യുന്നത്. നൗഗറ്റിലാണ്, ഓറിയോ അല്ല, നൗഗറ്റിലാണ്. ഇതാണ് നമ്മുടെ ഫോണിന്റെ മെയിൻ ഇന്റർഫേസ്. നമുക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. ഇതിൽ ഗൂഗിൾ അസിസ്റ്റന്റ് അവൈലബിൾ ആണ്. ഇത് ക്യാമറ ചെക്ക് ചെയ്യാം. ഇതിൽ 4100 mAh ബാറ്ററിയാണ്. നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. 4100 അതാണ് നോക്കിയിട്ടുള്ള ഈ ഫോണിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 8MP ക്യാമറയും പിന്നെ ഫ്രണ്ടിൽ 5MP ക്യാമറയാണ് വരുന്നത്. ഇത് സെൻട്രൽ ക്യാമറ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് അവൈലബിൾ ആണ്. നമ്മൾ ഇതിൽ പറയുമ്പോൾ 8GB ഇന്റർണൽ സ്റ്റോറേജ് മാത്രമേ വരുന്നുള്ളൂ. അതിൽ നമുക്ക് എത്ര അവൈലബിൾ ആയിട്ടുണ്ട് നോക്കാം.
8GB 4.35GB മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഫോണിന്റെ പെർഫോമൻസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. റാമിൽ എത്ര അവൈലബിൾ ആയിട്ടുണ്ട് നോക്കാം. നമുക്ക് 1GB റാമിൽ നമുക്ക് 545 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1GB റാമില് നമുക്ക് 128GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ OTG കേബിളും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് മോളിലാണ് വരുന്നത്. ഏറ്റവും ടോപ്പിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് 3.5 ഹെഡ്ഫോൺ ജാക്ക്. നമുക്ക് അടിയിൽ ചാർജറാണ് വരുന്നത്. ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒന്നും അവൈലബിൾ അല്ല. റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും അവൈലബിൾ ആണ്. നമുക്കിത് LED ഫ്ലാഷ് ഡ്യുവൽ ടോൺ അല്ല. ഞാൻ ആദ്യം പറഞ്ഞു ഡ്യുവൽ ടോൺ LED ഫ്ലാഷ് അല്ല. ഇതിന്റെ റിവ്യൂ ഞാൻ ഈ അടുത്തതായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.